പത്രമാറ്റിൻ്റെ പ്രൊമോ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നാഗേന്ദ്രനെ മുത്തശ്ശൻ അനന്തപുരി തറവാട്ടിൽ നിന്നും പുറത്താക്കുവാണ്. പക്ഷേ കൂടെ പോകാൻ തയ്യാറാകുന്നില്ല ജലജ 2 കുട്ടികളെയും കൂടി ഞാൻ പോകുന്നില്ല, തെറ്റ് ചെയ്താൽ പോകട്ടെ എന്നാണ് പറയുന്നത്. പക്ഷേ നാഗേന്ദ്രൻ്റെ പ്രതീക്ഷ അതൊന്നും ആയിരുന്നില്ല. ഉറപ്പായിട്ടും ജലജ കൂടെ ഉണ്ടാകും എന്ന് കരുതി ആ ഒരു വാക്കിന്മേലാണ് നാഗേന്ദ്രൻ ഈ തെറ്റുകുറ്റങ്ങളൊക്കെ ഏറ്റു പറഞ്ഞത് തൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട്. അങ്ങനെ നാഗേന്ദ്രൻ വീടിട്ടിറങ്ങുന്നു. ജലജയ്ക്ക് യാതൊരു കൂസലോ മനോവിഷമോ ഒന്നും ഉണ്ടായിരുന്നില്ല. 2 കുട്ടികളെയും കുട്ടി നേരെ അകത്തേക്ക് പോകുന്നു. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, നാഗേന്ദ്രൻ ചെയ്ത് ഏറ്റവും വലിയ തെറ്റാണ്, ചതിയാണ്. അപ്പോൾ അതിന് തക്കതായ ശിക്ഷ തന്നെയാണ് നാഗേന്ദ്രന് കൊടുത്തത്. അങ്ങനെ ദേവയാനി പറയുന്നു. അപ്പോൾ മുത്തശ്ശൻ പറയുന്നു, ഇത്രയേറെ വിശ്വസിച്ച് അവൻ ഈ ഒരു തെറ്റ് ചെയ്തല്ലോ എന്ന് മുത്തശ്ശിയും പറയുകയാണ് എല്ലാ കാര്യം. വസുന്ധര മുത്തശ്ശി പറയുന്നു, ഇത്രയും കാര്യങ്ങൾ സ്വന്തം മക്കളേക്കാൾ കൂടുതൽ വിശ്വസിച്ചത് അവനെയാണ്, എന്നിട്ടും അവൻ ഈ ചതി ചെയ്തല്ലോ എന്നാണ് മുത്തശ്ശിയും പറയുന്നത്. അങ്ങനെ ജലജ ആ ഒരു ചതിയുടെ പിന്നിൽ അവിടെ തന്നെ നിൽക്കുകയാണ്. 2 കുട്ടികളെയും കൂട്ടി പുറത്തേക്ക് പോകുന്നില്ല. നാഗേന്ദ്രൻ പുറത്താവുകയും ചെയ്തു. പക്ഷേ ആ ഒരു വൈരാഗ്യം നാഗേന്ദ്രൻ ഒരിക്കലും മറക്കാൻ കഴിയുന്നില്ല. പിന്നീട് ശങ്കരൻ ഏട്ടൻ എന്ന് പറയുന്ന ആളാണ് ആദർശിൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ആദർശ് വിവരങ്ങൾ അറിഞ്ഞ് തിരിച്ച് തറവാട്ടിലേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവന്തിയുടെ വിവാഹം, അതിനെക്കുറിച്ചിട്ടാണ് നാഗേന്ദ്രൻ്റെ ഇപ്പോഴത്തെ പ്ലാനിങ്. എങ്ങനെയെങ്കിലും അവന്തിയുടെ വിവാഹം, അനിയുടെയും വിവാഹം നടത്തണം. അതിനുവേണ്ടി എന്ത് ചെയ്താലും പ്രശ്നമില്ല. അപ്പോൾ അതിനുവേണ്ടിയുള്ള കരുനീക്കങ്ങളൊക്കെ നടത്താനായിട്ടാണ്. കാരണം അനാമികയ്ക്ക് എന്ത് തുക കൊടുത്തും എന്ത് നഷ്ടപരിഹാരം കൊടുത്തും അനാമിയെ ഒഴിവാക്കിക്കൊണ്ട് ബന്ധമൊഴിഞ്ഞ് പുതിയ വിവാഹത്തിലേക്ക് ഉറപ്പിക്കണം, ആ ഒരു കല്യാണം നടത്തണം. അതിനുള്ള പരിപാടിയൊക്കെ ആസൂത്രണം ചെയ്യണം. അതുപോലെ തന്നെ മൂർത്തി മുത്തശ്ശൻ നവീനെ വിളിക്കുന്നുണ്ട്, വക്കീലിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ തിരക്കുന്നു. എങ്ങനെയെങ്കിലും ഈ ഒരു വിവാഹം ഒഴിവാക്കിയിട്ട് പെട്ടെന്ന് തന്നെ അനിയുടെയും അവന്തിയുടെയും കല്യാണം നടത്തണം. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് നവീനെടുത്ത് ആലോചിക്കുമ്പോൾ നവീൻ പറയുന്നുണ്ട്, അതിനൊരു പരിഹാരം മാത്രമേ ഉള്ളൂ. എങ്ങനെയെങ്കിലും അവർക്ക് അനാമിയയ്ക്ക് പൈസ, നഷ്ടപരിഹാര തുക കൊടുത്താൽ മാത്രമേ അവരിൽ ഒഴിഞ്ഞു പോകുള്ളൂ. കാശാണ് അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നു. അപ്പോൾ മുത്തശ്ശൻ പറയുന്നു, അങ്ങനെ കാശ് കൊടുത്തിട്ട് എനിക്ക് ഡൈവേഴ്സ് വേണ്ട. അതിന് മുത്തശ്ശൻ കൂട്ടു നിൽക്കുന്നില്ല. പക്ഷേ നവീൻ പറയുന്നുണ്ട്, ക്യാഷ് കൊടുക്കാതെ അവർ ആ ഒരു തീരുമാനത്തിൽ വരികയില്ല. എന്നിട്ട് നവീനുള്ളിൽ ദേഷ്യപ്പെടുന്നത് അനാമിയോടും വേണുവിനോടാണ്. കാരണം ഈ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ചെയ്ത് കുളവാക്കിയത് അവരാണ്. ഇല്ലെങ്കിൽ ഈ ഇപ്പോൾ അനിയുടെയും അവന്തിയുടെയും നിശ്ചയം നടന്നിട്ടുണ്ടായേനെ. അങ്ങനെയാണെങ്കിൽ അവർ തമ്മിലുള്ള കല്യാണവും നടന്നില്ല. പക്ഷേ ഇവർക്ക് തടസ്സമായിട്ട് വന്നത് അനാമികയും വേണുവാണ്. അതിൻ്റെ ദേഷ്യമുണ്ട് നവീന്. പിന്നീട് കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നവീൻ ഇവരോട് സംസാരിക്കുന്നൊക്കെയുണ്ട് കേസിൻ്റെ കാര്യത്തെക്കുറിച്ചിട്ട്. അപ്പോൾ യാതൊരു രീതിയിലും അവർ പിന്നോട്ട് മാറുന്നില്ല. അവർക്ക് ക്യാഷ് കിട്ടിയാൽ മാത്രമേ അവർ ഈ ഒരു ബന്ധത്തിൽ നിന്ന് പിന്മാറുകയുള്ളൂ. പിന്നീട് നാഗേന്ദ്രൻ അഭിയെ വിളിക്കുന്നുണ്ട്. അഭിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, എത്ര തുക വേണമെങ്കിലും കൊടുക്കാം, അവർ ഈ ഒരു ബന്ധം ഒഴിഞ്ഞു തരേണ്ട, നീ ഒന്ന് സംസാരിക്കണം പറയുന്നു. അങ്ങനെ അഭി നേരിട്ട് വേണുവിനെയും അതുപോലെ അനാമിയെയും കാണുന്നുണ്ട്, കണ്ട് സംസാരിക്കുകയാണ്. അപ്പോൾ അവർ ഒരു തുക പറയുകയാണ്. അപ്പോൾ അവർ വേണു പെട്ടെന്ന് കയറി പറയുന്നുണ്ട്, ഞങ്ങൾ ആലോചിച്ചിട്ട് തുക അറിയിക്കാമെന്ന്. അങ്ങനെ അഭി പോകുന്നു. അപ്പോൾ അവർ തന്നെ ആലോചിക്കുന്നു, അഭിക്കാണ് ഇത്രയും പൈസ എവിടെ നിന്നാണ്, ഇതിലെന്തോ ഒരു കള്ളത്തരം ഒളിഞ്ഞിരിപ്പുണ്ട്. കാരണം അഭിക്ക് എന്തെങ്കിലും നേട്ടമില്ലെങ്കിൽ അഭി ഇതിനായിട്ട് വരികയില്ല. അപ്പോൾ എന്തോ ഒരു കാര്യം, ഇത്രയും പൈസ ഉണ്ടാക്കിയിട്ട് ഇനി നമ്മളെ ചതിക്കാൻ വേണ്ടിയിട്ടാണോ, നമ്മൾ ഒഴിഞ്ഞു കഴിയുമ്പോൾ ക്യാഷ് കിട്ടാതിരിക്കുമെന്നൊക്കെ ആലോചിക്കുകയാണ്. രേവതിയായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ രേവതി പറയുന്നത്, ഒടുവിൽ അവൻ ചതിയനാണ്, ക്യാഷ് തരാമെന്ന് പറഞ്ഞിട്ട് തരാതെ നമ്മളെ കൊണ്ട് ഡൈവേഴ്സ് എടുപ്പിക്കുമെന്ന് ചോദിക്കുന്നു. അപ്പോൾ വേണു പറയുന്നത്, എന്തായാലും ക്യാഷ് കൈ കിട്ടാതെ ഡൈവേഴ്സ് കൊടുക്കുന്ന പരിപാടിയില്ല. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഒരു 5-6 കോടി ചോദിക്കാം. അപ്പോൾ രേവതി പറയുന്നുണ്ട്, നമുക്ക് ചുറ്റുമുള്ളത് മൊത്തം കടക്കാരാണ്, അവരെ കടമെങ്കിലും തീർക്കാനുള്ള ക്യാഷ് കിട്ടിയാൽ മതിയായിരുന്നു എന്നാണ് രേവതി പറയുന്നത്. അങ്ങനെ അഭിയായിട്ട് സംസാരിക്കുന്നു. അഭി നാഗേന്ദ്രനായിട്ട് സംസാരിച്ചിട്ട് എന്ത് തുക വേണമെങ്കിലും കൊടുത്താലും കുഴപ്പമില്ല, ഈ ഒരു ഡൈവേഴ്സ് വാങ്ങിയിട്ട് അവന്തി മോളുടെ കണ്ണുനീര് കാണാൻ കഴിയില്ല, അവളുടെയും അനിയുടെ വിവാഹം നടത്തണം. അതാണ് നാഗേന്ദ്രൻ അറിയിച്ചത് അഭിയെ. അങ്ങനെ അഭി പറയുന്നു, എത്ര തുക വേണമെങ്കിലും തരാം, പ്രശ്നമൊന്നുമില്ല, കാരണം ഈ ബന്ധം ഒഴിഞ്ഞു കിട്ടിയാൽ മതി എന്ന് അഭി സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അഭിയെ പക്ഷേ അവർക്കത്ര ഒരു വിശ്വാസം പോരാ, ഇത്രയും വലിയ തുകയൊക്കെ കൊടുക്കാനായിട്ട് എവിടെ നിന്നാണ് വരുമാനം എന്നൊക്കെയുള്ള രീതിയിലാണ് ചിന്തിക്കുന്നത്. അതിനിടയിലാണെങ്കിൽ മുത്തശ്ശൻ ഈ ഒരു അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇപ്പം നവീനാണ് ആകെ ടെൻഷനായിരിക്കുന്നത്. പിന്നീട് നവീൻ പോയി നന്ദുവിനെ കാണുന്നു. നന്ദുവിനോട് മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ തുറന്ന് പറയുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. തനിക്ക് മറ്റാരോടുമല്ല നന്ദുവിനോട് തന്നെയാണ് ഇഷ്ടം. ഇത് കേൾക്കുമ്പോൾ നന്ദുവിന് ഭയങ്കര ദേഷ്യമാവുന്നുണ്ട്, വിഷമമാവുന്നുണ്ട്. ഇതറിഞ്ഞ നന്ദുവിൻ്റെ വീട്ടുകാർ കനകയും ഗോവിന്ദനും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ഇതുപോലൊരു ബന്ധം ഇനി കിട്ടാനില്ല, ഇതുപോലൊരു പയ്യനെ ഇനി കിട്ടാനില്ല, അതുകൊണ്ട് നമുക്ക് നവീനെ വിട്ടുകളയരുത്, ഇത്രയും നല്ല സ്വഭാവ ഗുണമുള്ള ഒരു പയ്യനെ വേറെ കിട്ടില്ല, ഈ ഒരു വിവാഹം നടത്തണമെന്നുള്ള ആ ഒരു മനസ്സിലിരിപ്പാണ് ഗോവിന്ദനും അതുപോലെ കനകയും. പിന്നീട് നവീൻ കാണുന്നുണ്ട്, കയ്യിലൊക്കെ ചേർത്ത് പിടിച്ചിട്ട് നന്ദുവും അനിയും കൂടെ ഇങ്ങനെ ചേർന്ന് വരുന്ന ഒരു രംഗമൊക്കെ കാണിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ നവീന് ഇങ്ങനെയില്ലാത്തൊരു ദേഷ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു രംഗങ്ങളൊക്കെ നമുക്ക് ഇനി കാണാനായിട്ട് കഴിയും.
അപ്പോൾ ഇതുപോലെയുള്ള പുത്തൻ പുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ പത്രമായിട്ട് മിസ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. കാണാൻ മറക്കല്ലേ.